നല്ല ഭക്ഷണങ്ങൾ, ആവശ്യത്തിന് പോഷകങ്ങൾ, എന്നിട്ടും കുട്ടികൾക്ക് ദഹന പ്രശ്നങ്ങൾ. കുട്ടികൾക്ക് ദഹന പ്രശ്നങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രധാനമായിട്ടും കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നതിനായിട്ട് 5 കാരണങ്ങളാണുള്ളത്. ഏറ്റവും ആദ്യത്തേത് പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ ആവശ്യത്തിന് കഴിക്കാതിരുന്നാൽ കുട്ടികൾക്ക് കിട്ടേണ്ട ഫൈബർ കിട്ടാതിരിക്കുകയും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്യും. വെള്ളം കുടിക്കുന്നത് കുറയുന്നതാണ് മറ്റൊരു കാരണം. ഇത് ഡൈജഷൻ സ്ലോ ആക്കുകയും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുകയും ചെയ്യും. അടുത്തത് അലർജിയാണ്. പല കുട്ടികളിലും പാലിനോടോ ഗോതമ്പിനോടോ ഒക്കെ അലർജി കാണാറുണ്ട്. ഇത് വയറിളക്കം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. വിരശല്യമാണ് മറ്റൊരു കാരണം. കുട്ടികൾ പുറത്തെല്ലാം കളിക്കാൻ പോകുന്ന സമയത്ത് വിരകൾ ഉള്ളിലേക്ക് കടക്കുകയും കുട്ടികൾക്ക് കിട്ടേണ്ട ന്യൂട്രിയൻസ് എല്ലാം വലിച്ചെടുക്കാനും സാധ്യതയുണ്ട്. ഇത് വയറിളക്കം, വയറുവേദന, ഛർദി എന്നിവയെല്ലാം ഉണ്ടാകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അടുത്തതായി, കുട്ടികളുടെ ശരീരം ഒട്ടും അനങ്ങാത്തതാണ്. ടിവിയോടോ മൊബൈലിനോടോ ഒക്കെ കൂടുതൽ അഡിക്ഷൻ വരുന്ന കുട്ടികൾക്ക് ശരീരം ഒട്ടും അനങ്ങാതിരിക്കുകയും ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. കുട്ടികളുടെ ദഹനത്തെ സഹായിക്കുന്ന പെരിസ്റ്റാൾസിസ് എന്ന മൂവ്മെന്റ് തടസ്സപ്പെടുന്നതാണ് ഇതിന് കാരണം. കുട്ടികളുടെ ദഹന പ്രശ്നങ്ങൾ തുടക്കത്തിലെ സീരിയസ് ആയി എടുത്തില്ലെങ്കിൽ അത് വളരെയധികം കോംപ്ലിക്കേഷൻസിലേക്ക് നീങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങളുടെ കുട്ടികൾക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെർബലി ടച്ചിൻ്റെ കൊയിലാണ്ടിയിലോ ചെങ്ങന്നൂരോ പയ്യന്നൂരുള്ള ഹോസ്പിറ്റലിലേക്ക് നേരിട്ട് വന്നോളൂ. കുട്ടികളുടെ ദഹന പ്രശ്നങ്ങൾ മാറ്റുന്നതിനും അവരെ മിടുക്കരായി വളർത്തുന്നതിനുള്ള നല്ല ചികിത്സ നമ്മുടെ ഹോസ്പിറ്റലുണ്ട്.